നമസ്കാരം. 2026 ജനുവരി 30 രാവിലെ 6 മണി. നല്ല തണുപ്പുള്ള ആ ദിവസം ഒരു ചായക്കടയിലേക്ക് നടക്കുന്ന ആളുകളാണ് ആ കാഴ്ച കാണുന്നത്. അവര് ചായക്കട എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള പാലത്തിൽ എത്തിയപ്പോഴാണ് അത് കണ്ടത്. ആ പാലത്തിന്റെ താഴെ ഒരു സ്ത്രീ കിടപ്പുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ സ്ത്രീ കാണാം. ആ സ്ത്രീയെ പാലത്തിന്റെ മുകളിൽ നിന്ന് കണ്ടതും ആ ആളുകൾ വല്ലാത്തൊരു അമ്പരപ്പോടെ ഓടി താഴേക്ക് വന്നു. താഴെ എത്തുമ്പോഴാണ് ഒന്നുകൂടി വ്യക്തമായത്. ആ സ്ത്രീയുടെ ദേഹത്ത് വസ്ത്രങ്ങൾ ഒന്നും തന്നെയില്ല. അവരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ കല്ലോ മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ച് ഇടിച്ച് ഏതാണ്ട് ചതച്ചു വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ആ ആളുകൾ ഉത്തർപ്രദേശിലെ പിപിഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി. ഈ സമയത്ത് സമീപത്ത് ആ ചായക്കടയിൽ ചായ കുടിക്കായിരുന്ന ആളുകളും റോഡിലൂടെ പോകുന്ന ആളുകളൊക്കെ ആ പാലത്തിനടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വല്ലാത്തൊരു ഞെട്ടലും അമ്പരപ്പും ഉണ്ട്. ഒരു ചെറുപ്പക്കാരിയാണ് അവിടെ ആ കൊല്ലപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നത്. അവരുടെ ദേഹത്തെ വസ്ത്രങ്ങൾ മുഴുവൻ ഉരിഞ്ഞ് എടുത്തതിന് ശേഷം അതെവിടേക്കോ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആ ഭാഗത്തൊന്നും വസ്ത്രങ്ങളില്ല. പോലീസ് സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവർക്കൊപ്പം ഫോറൻസിക് ടീമും കൂടി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഡോഗ് സ്ക്വാഡും എത്തിയിരിക്കുകയാണ്. പരിശീലനം ലഭിച്ച ആ നായ ആ ബോഡി പരിസരവും ഒന്ന് മണത്തതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് ഒന്ന് ഓടി. ആ നായ ഓടിയ വഴി നേരത്തെ തന്നെ ആളുകളും പോലീസും ശ്രദ്ധിച്ച ഒരു സ്ഥലമാണ്. അവിടെ പുല്ലുകൾ ചതഞ്ഞു കിടപ്പുണ്ട്. ആ സ്ത്രീയെ ശരിക്കും ആ ചതഞ്ഞിരിക്കുന്ന സ്ഥലത്തൂടി താഴേക്ക് വലിച്ച് കൊണ്ടുവന്നതാണെന്ന് വ്യക്തമാണ്. നായ ഓടി ഒരു സ്പോട്ടിലെത്തി. അവിടെ ആ സ്ത്രീ കുറച്ചു നേരം കിടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ആ നായ അവിടെ മണപ്പിക്കുന്ന കാണുന്ന ആർക്കും മനസ്സിലാവും. അതിനുശേഷം ആ നായ വീണ്ടും ബോഡിക്കടുത്തേക്ക് ഓടിയെത്തിയിട്ട് അവിടെ നിന്ന് റോഡിലോട്ട് ഓടിക്കേറി. ആ ചായക്കട ഇരിക്കുന്നതിന്റെ നേരെ എതിർഭാഗത്തേക്കാണ് ആ നായ ഓടിയത്. ആ നായയുടെ പുറകെ പോലീസും നാട്ടുകാരും ഉണ്ട്. അവര് ഒന്നിച്ച് ഓടിയെത്തിയത് ഒരു ജംഗ്ഷനിലാണ്. 4 റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷൻ. അവിടെ എത്തിയ ആ നായ എങ്ങോട്ടും പോകാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അവിടെ ആ ജംഗ്ഷനിലെ ഇടതു ഭാഗത്തേക്കാണെന്ന് ആ റോഡിന്റെ അവിടെ അങ്ങ് നിന്നു. അവിടെ അത് മണം പിടിക്കുന്നുണ്ട്. നായ്ക്കൊപ്പമുള്ള ആ പരിശീലകർ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്തു. അവിടെ ആ ഫുട്പാത്തിൽ ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നതിന്റെ ഒരു ലക്ഷണം കാണാറുണ്ട്. ആ ഭാഗം പരിശോധിച്ചപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി. അതൊരു ഓട്ടോറിക്ഷയാണ്. ആ നായ പരിശീലകർക്കൊപ്പമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെ ആ ധാരണയിലേക്ക് എത്തുമ്പോഴേക്കും ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനയും അവിടെ ആ ബോഡിയുടെ ഭാഗത്ത് നടക്കുകയാണ്. ആ സ്ഥലം മുഴുവൻ ഇപ്പോ ക്രൈം സീനായി ഐഡന്റിഫൈ ചെയ്ത് അതൊരു മഞ്ഞ റിബൺ വലിച്ച് കെട്ടി അതിനകത്ത് വളരെ സൂക്ഷ്മതയോടെ ഫോറൻസിക്കാരെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്ന് നോക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് ആ സ്ത്രീ അണിഞ്ഞിരിക്കുന്ന കമ്മലുകൾ കടന്നു വന്നു. അവരുടൻ തന്നെ ആ കമ്മലുകൾ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും ആ കമ്മലുകളുടെ ഫോട്ടോ എടുക്കപ്പെട്ടു. അവിടെ ആ ഫോറൻസിക് പരിശോധന നടക്കുന്നതിനിടയിൽ തന്നെ പോലീസ് സംഘം ആ കമ്മല് അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ കാണിച്ചു. ആ കമ്മല് കണ്ടതും ആളുകൾ പോലീസിനോട് ആ കമ്മൽ ആ സ്ഥലത്തുള്ള ആളുകൾ ധരിക്കുന്നതല്ല എന്ന് തീർത്തു പറഞ്ഞു. ഈ സമയമായപ്പോൾ അനവധി സ്ത്രീകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരുമൊക്കെ ആ കമ്മൽ പരിശോധിച്ചിട്ട് അതേ അഭിപ്രായം തന്നെ പോലീസിനോട് പറഞ്ഞു. അവരാരും ആ കമ്മല് ഉപയോഗിക്കാറില്ല. ആ മറുപടി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ആ സ്ഥലത്തുള്ള സ്ത്രീയല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഏക സംവിധാനമാണ് ആ കമ്മൽ. അതല്ലാതെ ആ സ്ത്രീയുടെ ദേഹത്ത് വേറെ തെളിവായി എടുക്കാൻ കഴിയുന്ന ഒന്നും തന്നെയില്ല. ഫോറൻസിക് പരിശോധനക്കാർ ഇതിനിടയിൽ ആ സ്ത്രീ എങ്ങനെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏകദേശ ഒരു ധാരണ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. പോലീസിനോട് ഫോറൻസിക്കാർ പറയുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് അവർ പങ്കുവച്ചത്. കല്ല് പോലുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് ആ സ്ത്രീയുടെ മുഖം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ആ മുഖം ആരും തിരിച്ചറിയരുതെന്ന് ആ കൃത്യം ചെയ്ത ആളുകൾക്ക് നിർബന്ധമുണ്ട്. അത് ആ ചെയ്തി സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. സംഭവം ഇപ്പോൾ മുകൾത്തട്ടിലോട്ടൊക്കെ അറിഞ്ഞു. SP ഉൾപ്പെടെ എല്ലാവരും സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പ്രധാന ഹൈവേയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാലത്തിന്റെ അടിയിലാണ് ഈ ബോഡി ഇപ്പോൾ ഉള്ളത്. ആ ക്രൈം സീനുമായി ബന്ധിപ്പിച്ച് വേറെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. തെളിവുകൾ അവിടെ ഉണ്ടാകരുതെന്ന് ഈ കൃത്യം ചെയ്ത ആളുകൾക്ക് നിർബന്ധമുണ്ട്. അത് പോലീസിന് ആദ്യമേ മനസ്സിലായി. എന്തായാലും എൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്ത് പോലീസ് നായക്കൊപ്പം ജംഗ്ഷനിലേക്ക് ഓടിയെത്തിയ പോലീസ് ആ ഭാഗത്ത് ഇടതുവശത്തേക്കുള്ള റോഡിൽ ആ പട്ടി കുരയ്ക്കുന്നത് നേരത്തെ തന്നെ ശ്രദ്ധിച്ചതാണ്. കൊലപാതകം നടത്തിയ വ്യക്തിയോ വ്യക്തികളോ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുക ഒരു ഓട്ടോറിക്ഷയിലാണ്. ആ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള ഒരു ദൗത്യത്തിലേക്ക് പോലീസ് കടന്നു. ഇപ്പൊ അവർക്കറിയാം ആ ഇടതു ഭാഗത്തേക്കുള്ള റോഡാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ ആ റോഡിലുള്ള CCTV ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകൾ
പോലീസ് ശേഖരിച്ചു തുടങ്ങി. ഒരുപാട് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ക്യാമറകളുണ്ട്. ആ ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകളും റോഡിലെ ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകളും പോലീസ് കളക്ട് ചെയ്തു. അതോടൊപ്പം ആ ജംഗ്ഷനിലേക്ക് ഈ ബോഡി കടന്ന് എത്തുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിലുള്ള ഗവൺമെന്റിന്റെ CCTV ക്യാമറകളിൽ നിന്നുള്ള വിഷ്വലുകളും അവർ കളക്ട് ചെയ്തു. അതിനോട് അനുബന്ധമായിട്ടുള്ള വിഷ്വലുകളൊക്കെ കളക്ട് ചെയ്യണം. ആ വിഷ്വലുകളിൽ അവർക്കിപ്പോൾ പരിശോധിക്കാൻ ഒരു കാര്യമുണ്ട്, ഒരു ഓട്ടോറിക്ഷ. അവരുടെ ഒരു ഊഹമാണ് ഓട്ടോറിക്ഷയിലായിരിക്കും ഈ കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകികൾ രക്ഷപ്പെട്ടിരിക്കുക എന്നുള്ളത്. പോലീസ് അങ്ങനെ എല്ലാ ഓട്ടോറിക്ഷകളും പരിശോധിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ രാത്രിയിലാണ് അവിടെ മരണം നടന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് എടുക്കുന്ന വിഷ്വലുകളൊക്കെയും 29 രാത്രിയിലെ വിഷ്വലുകളാണ്. ജനുവരി 29 രാത്രിയിലെ ആ വിഷ്വലുകൾ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ പോലീസ് ഒരു ഓട്ടോറിക്ഷ കണ്ടു. ആ ഓട്ടോ ശരിക്കും പോലീസിന്റെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായി പിടിച്ചെടുത്തു എന്ന് പറയാം. അതിന്റെ കാരണം ആ ഓട്ടോയുടെ ഉള്ളിലുള്ള ആളുകളുടെ ഒരു വിഷ്വൽ ഒരു ക്യാമറ ഒപ്പിയെടുത്തതാണ്. ആ ക്യാമറയിൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള വിഷ്വലുകൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആ ഓട്ടോയ്ക്കകത്ത് പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. അതിനകത്ത് നന്നായി മുടി നീട്ടി വളർത്തിയ ഒരു പുരുഷനും 2 സ്ത്രീകളുമാണ് ഉള്ളത്. അവർ 3 കൂടി വഴക്കാണ്. ആ വഴക്ക് ഓട്ടോയ്ക്ക് ഉള്ളിൽ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു തള്ളലും ഒക്കെ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഓട്ടോ അതിൻ്റെതായ ശൈലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ട്. അത് അസഹനീയമായി തോന്നിയതും ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയ ആ ഓട്ടോക്കാരൻ ആ ഓട്ടോയിൽ നിന്ന് ആ 3 എണ്ണത്തിനെ ഇറക്കി വിട്ടു. ആ ജംഗ്ഷനിൽ നിന്ന് ഇടതുവശത്തേക്ക് പോകുന്ന ആ റോഡിൽ ഏകദേശം ഒരു 500 മീറ്റർ പോയപ്പോൾ തന്നെ ആ ഓട്ടോക്കാരൻ ആ 3 എണ്ണത്തിനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ 3 പേരും ഇറങ്ങിയ സ്ഥലത്ത് CCTV ക്യാമറകളുണ്ട്. അവ അവരുടെ വിഷ്വൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ക്യാമറകൾ ഒപ്പിയെടുത്ത വിഷ്വലിലേക്കായി പിന്നെ പോലീസിന്റെ ശ്രദ്ധ. 3 പേരും നടക്കുകയാണ്. പക്ഷെ നടക്കുന്ന കണ്ടാൽ അറിയാം 3 എണ്ണത്തിന് നല്ല ബോധമില്ലാതെ അടിച്ച് ഫിറ്റായതിന്റെ ഒരു ലക്ഷണം കാണാനുണ്ട്. ആ 2 സ്ത്രീകളും അതുപോലെ ആ പുരുഷനും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടക്കുകയാണ്. അവര് മുന്നോട്ട് നടക്കുകയാണ്. പിന്നീട് പോലീസ് കാണുന്ന ഒരു CCTV വിഷ്വൽ ഇതേ കക്ഷികൾ തന്നെയാണെങ്കിലും ആ സമയത്ത് ആ കക്ഷികൾ ഒരു സ്കൂട്ടർ ഓടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ പുരുഷനാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. അയാളുടെ പുറകെ ബാക്കി 2 സ്ത്രീകൾ ഇരിക്കുകയാണ്. ആ സ്കൂട്ടർ നേരത്തെ ആ ഓട്ടോ പോയ റോഡിൽ കൂടെ തന്നെ മുന്നോട്ട് പോയതിനു ശേഷം തിരിച്ച് വരുന്ന വിഷ്വലാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. റോഡിൽ വേറെ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ സ്കൂട്ടർ ഒരു പരുവത്തിൽ ആടി നേരെ എത്തിയിരിക്കുന്നത് ആ നാൽക്കവലയിലാണ്. നേരത്തെ പട്ടി ഓടി വന്ന് എത്തി നിന്ന് അതേ നാൽക്കവലയിൽ. ആ നാൽക്കവലയിലെ CCTV വിഷ്വലുകൾ പരിശോധിച്ച പോലീസിന് ആ മൂവർ സംഘം നേരത്തെ ബോഡി കണ്ട ആ പാലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞതായി കണ്ടു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ജംഗ്ഷനിലെ CCTV ക്യാമറ ഒരു വിഷ്വലൂടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതും ആ സ്കൂട്ടറിന്റെ വിഷ്വൽ തന്നെയാണ്. പക്ഷെ ആ വിഷ്വലിൽ ആ സമയത്ത് ആ നീളം തലമുടിക്കാരനും ഒരു സ്ത്രീയേ ഉള്ളൂ. നേരത്തെ ആ നടക്കിരുന്ന സ്ത്രീയാണ് ഇപ്പൊ മിസ്സായിരിക്കുന്നത്. ആ നടക്കിരുന്ന സ്ത്രീയെ ചിലപ്പോൾ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാനായിരിക്കും ആ സ്കൂട്ടറുകാര് പോയത്. അങ്ങനെ ഒരു ധാരണയാണ് ആ വിഷ്വൽ കാണുന്ന ആർക്കും തോന്നുക. പോലീസിന് പക്ഷെ പെട്ടെന്നൊരു സംശയം. അവര് നേരത്തെ കണ്ട ആ ഓട്ടോറിക്ഷയിലെ വിഷ്വലും അതിനുശേഷം ആ 3 കൂടി ആടി പോകുന്ന വിഷ്വലും 3 പേരും കൂടി സ്കൂട്ടർ പോകുന്ന വിഷ്വലും ഒരിക്കൽ കൂടി ക്ലോസപ്പിലേക്ക് എടുത്തു. ക്ലോസപ്പിലേക്ക് ആ വിഷ്വൽ എടുത്ത് അവര് ആ വിഷ്വൽ ശരിക്കും സൂം ചെയ്ത് ഒന്ന് നോക്കുമ്പോൾ യുറേക്ക എന്ന് നമ്മൾ വിളിച്ചു പോകുന്ന ഒരു കണ്ടെത്തൽ പോലീസുകാർ കാണുകയാണ്. നേരത്തെ ആ ഡെഡ് ബോഡിയിൽ അവര് കണ്ട അതേ കമ്മലുകൾ അതിലെ ഒരു സ്ത്രീ അണിഞ്ഞിരിക്കുകയാണ്. ആ സ്ത്രീയാണ് തിരിച്ചു പോകുന്ന ആ സ്കൂട്ടറിനകത്ത് ഇല്ലാതിരുന്നത്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. ആ സ്കൂട്ടർ ഓടിച്ച വ്യക്തിക്കും പുറകിലിരുന്ന സ്ത്രീക്കും ആ നടുക്കിരുന്ന സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് വ്യക്തമായി എന്തെങ്കിലും പറയാനുണ്ടാവും. അല്ലെങ്കിൽ അവരായിരിക്കും കൊല നടത്തിയത്. ശരിക്കും വളരെ എളുപ്പത്തിൽ ആ പട്ടി കുരച്ച് നിർത്തിയ ആ സ്ഥലത്ത് നിന്ന് പോലീസ് നടത്തിയ അന്വേഷണം ഇപ്പൊ ഇതാ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അവര് ആ സ്കൂട്ടറിന്റെ നമ്പർ കിട്ടുന്ന പൊസിഷൻ കിട്ടുന്നവരെ CCTV ക്യാമറകൾ അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഒരു ക്യാമറ ഭംഗിയായി തന്നെ ആ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് ഒപ്പിയെടുത്തിട്ടുണ്ട്. അവിടെ എത്തിയ പോലീസ് വീടിന്റെ ബെല്ലടിച്ചു. വാതിൽ തുറന്നത് ലേശം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ആ ആളെ കണ്ടപ്പോൾ പോലീസിന്റെ മുഖത്ത് ഒരു നിരാശ. അവര് നേരത്തെ കണ്ട സ്കൂട്ടർ ഓടിച്ച വ്യക്തി അത്ര പ്രായമുള്ള ആളല്ല. തല നന്നായി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ലേശം പ്രായമുള്ള ആളാണ്. പോലീസ് ആ സ്കൂട്ടർ നമ്പർ അയാളോട് പറഞ്ഞതിന് ശേഷം ആ സ്കൂട്ടർ ആരുടെന്ന് ചോദിച്ചു. സാർ, അത് എന്റെ സ്കൂട്ടറാണ്. നിങ്ങളുടെ സ്കൂട്ടർ എവിടെ? സാർ, അത് മരുമകൻ കൊണ്ടുപോയി. മരുമകനോ? അതെ സാർ, അവൻ എന്തോ ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ അവൻ കൊണ്ടുപോയതാണ്. മരുമകൻ എവിടെയാണ് താമസിക്കുന്നത്? ആ മനുഷ്യൻ ഉടൻ തന്നെ മരുമകൻ താമസിക്കുന്ന അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. പോലീസ് ആ മരുമകൻ താമസിക്കുന്ന വീട്ടിലെത്തി. ഇപ്പൊ പോലീസിന് അറിയാം, നന്നായി തലമുടി നീട്ടി വളർത്തിയ
ആ ചെറുപ്പക്കാരൻ നേരത്തെ കണ്ട ആ മനുഷ്യന്റെ മരുമകനാണ്. എന്തായാലും ആ മനുഷ്യരെ കൂടെ പോലീസ് കൂടെ കൂട്ടിയിരിക്കുകയാണ്. അയാളുടെ മരുമകൻ ഓടിച്ച സ്കൂട്ടറിലാണ് കൊല്ലപ്പെട്ട ആ യുവതി ഉണ്ടായിരുന്നത്. പക്ഷേ സ്കൂട്ടറിന്റെ ഉടമ അയാളായതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് പോലീസ് അയാളെ കൂടെ കൂട്ടിയത്. അവിടുത്തെ വീടിനെ ബെല്ലടിച്ചു, വാതില് തുറന്നു. വാതില് തുറന്ന ആളെ കണ്ടതും ആ വ്യക്തി ആ വാതിൽ തുറന്ന ആളെ ചൂണ്ടി പോലീസിനോട് പറഞ്ഞു, സർ, ഇതാണ് എൻ്റെ മരുമകൻ. ആ വ്യക്തിയുടെ മരുമകനെ കണ്ട പോലീസിന്റെ കിളി പോയതുപോലെയായി. അവരവിടെ കാണാനെത്തിയത് നന്നായി തലമുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനെയാണ്. പക്ഷെ ചെറുപ്പക്കാരൻ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അയാളുടെ തലയിൽ ഒരു മുടിയുമില്ല. നല്ല ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന ഒരു മൊട്ട തലയാണ് ആ ചെറുപ്പക്കാരനുള്ളത്. ആ തലയിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വല്ലാത്തൊരു അമ്പരപ്പ്. പക്ഷെ പെട്ടെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒരാൾ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നീ ഇന്നലെ എന്തിനാ മുട്ടയടിച്ചത്? വളരെ പെട്ടെന്നാണ് ആ ചോദ്യം ഉണ്ടായത്. ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ ഒന്ന് പകച്ചു. സാർ, ഞാൻ മുട്ടയടിക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കുറെ നാളായി, ഇന്നലെയാണ് സമയം കിട്ടിയത്, അതുകൊണ്ടാണ് ഇന്നലെ മുട്ടയടിച്ചത്. അയാള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തലേദിവസം മുട്ടയടിച്ചു എന്ന് പറഞ്ഞപ്പോ പോലീസ് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. ഓക്കെ വിജയകുമാർ, ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചാൽ ആ ആളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോലീസ് അയാളൊരു CCTV വിഷ്വല് കാണിച്ചു. അതിനകത്ത് നല്ല നീളം തലമുടിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന വിഷ്വലാണ് ഉള്ളത്. ആ ചെറുപ്പക്കാരന്റെ പുറകിൽ ഒരു സ്ത്രീയുണ്ട്, ഒരേ ഒരു സ്ത്രീയുള്ളൂ. ആ വിഷ്വല് ആ ചെറുപ്പക്കാരനെ കാണിച്ചതും അവന്റെ മുഖം പെട്ടെന്നൊന്ന് വിളറി. രാത്രിയിലെ വിഷ്വലാണെങ്കിലും ആ വിഷ്വൽ അവന് തിരിച്ചറിയാൻ പറ്റും. വിജയകുമാർ, ഈ സ്കൂട്ടർ ഏതാണെന്ന് അറിയാമല്ലോ? അങ്ങനെ പോലീസ് ചോദിക്കുമ്പോൾ പോലീസിന് തൊട്ടു മുന്നിൽ ആ സ്കൂട്ടർ ഇരിക്കുകയാണ്. വിജയകുമാർ പോലീസിനോട് പറഞ്ഞു, അറിയാം സാർ. ഈ പുറകിരിക്കുന്ന സ്ത്രീ ആരാണ്? സാർ, അതിന്റെ ഭാര്യയാണ്. ഈ വിഷ്വൽ എടുത്തിരിക്കുന്നത് 29-ാം തീയതി രാത്രി 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയപ്പോഴാണ്. ഈ രാത്രിയിൽ നിങ്ങൾ എവിടെ പോയതാണ്? സാർ, ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് അല്പം താമസിച്ച് എത്തിയതാണ്. നിങ്ങൾ രാത്രി മദ്യപിച്ചിരുന്നു? സാർ, ഇന്നലെ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേശ്ശെ ഒന്ന് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുതെന്ന് അറിയില്ലേ? സാർ, സോറി സാർ, പറ്റിപ്പോയി. വല്ലപ്പോഴും ഒരിക്കലാണ് ഭാര്യ കൂടെ ഇരുന്ന് മദ്യപിക്കുന്നത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ വിജയകുമാർ പറഞ്ഞതും പോലീസ് വിജയകുമാറിനോട് ചോദിച്ചു, അല്ല വിജയകുമാർ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇന്നലെ രാത്രി ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുള്ളൂ? അതെ സാർ, ഞങ്ങൾ രണ്ടുപേരേ ഉള്ള. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. നിങ്ങളുടെ ഭാര്യ എന്ന് വിളിക്കാവും. പോലീസ് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അകത്തുനിന്ന് സന്ധ്യ ഇറങ്ങി വന്നു. അവൾ ആ കോള് പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു വ്യക്തം. എന്താ നിങ്ങളുടെ പേര്? സന്ധ്യ എന്നാണ്. ഓക്കെ സന്ധ്യ, ഇന്നലെ രാത്രി നീയും നിന്റെ ഭർത്താവും കൂടി 1:15 സ്കൂട്ടറിൽ വരുന്ന വിഷ്വലാണ് ദാ ഇത്. പോലീസ് നേരത്തെ വിജയകുമാറിന് ആ വിഷ്വല് കാണിക്കുന്നത് സന്ധ്യ കണ്ടതാണ്. അവൾ അകത്ത് നിൽക്കുകയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആ വിഷ്വല് കണ്ടതും പോലീസിനോട് പറഞ്ഞു, അതെ, ഞാൻ ഹസ്ബൻഡുമാണ്. ഓക്കെ, ഇന്നലെ രാത്രി നിങ്ങൾക്കൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്ധ്യ പറഞ്ഞതും പോലീസ് സന്ധ്യയെ ഒരു വിഷ്വലിലൂടെ കാണിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്ന് സന്ധ്യയും വിജയകുമാറും ഇറങ്ങുന്ന സമയത്ത് കൂടെ ഒരു സ്ത്രീ കൂടി ഇറങ്ങുന്ന വിഷ്വലാണ് പോലീസ് സന്ധ്യയെ കാണിച്ചത്. വിജയകുമാറും ആ വിഷ്വല് കണ്ടു. അത് കണ്ടതും വിജയകുമാറിന്റെയും സന്ധ്യയുടെയും മുഖം അങ്ങ് ശരിക്കങ്ങ് വിളറി. ഈ സമയത്താണ് ആ വിഷ്വൽ സന്ധ്യയുടെ പിതാവ് രാം വിലാസ് കാണുന്നത്. അയാളാണ് സന്ധ്യയുടെ വീട്ടിലേക്ക് പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നത്. ആ വിഷ്വലിലേക്ക് ആ 3 പേരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പോലീസ് വിജയകുമാറിനോട് ചോദിച്ചു, വിജയകുമാർ, ഇതാരാണ്? സാർ, അതെന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യയോ? അപ്പൊ ഇതോ എന്റെ ഭാര്യയാണ്. അപ്പൊ നിനക്ക് 2 ഭാര്യമാരോ? അതെ. പോലീസിനോട് വളരെ കൂളായിട്ട് തന്നെ വിജയകുമാർ ആ മറുപടി പറയുകയാണ്. സന്ധ്യ, നിനക്കറിയുമോ നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ഭാര്യയുള്ള കാര്യം? അറിയാം സാർ. അവൾക്കും ഉത്തരവുണ്ട്. ഓക്കെ, ഈ സ്ത്രീ ഇപ്പൊ എവിടെയാണെന്ന് അറിയാവൂ? അതറിയില്ല സാർ. ഇന്നലെ രാത്രി ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് നിങ്ങൾക്കൊപ്പം ഈ സ്ത്രീ ഇറങ്ങുമ്പോൾ സമയം 12:30. ആ സ്ത്രീ നിങ്ങൾക്കൊപ്പം ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ത്രീ എങ്ങോട്ട് പോയി? സാർ, അവളെന്റെ ഭാര്യയാണെങ്കിലും ശരിക്കും മുൻ ഭാര്യ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സാർ, ഞാൻ മുംബൈയിലായിരുന്നപ്പോൾ ഞാനും പ്രിയയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങള് വിവാഹിതരാവുകയും ചെയ്തു. ഞങ്ങൾക്കൊരു കുട്ടി ജനിച്ച് അധികം നാൾ കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് ഒലഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത്. ഞാൻ മുംബൈയിൽ നിന്ന് UP-യിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനുശേഷം അവളെ ഞാൻ കാണുന്നത് കഴിഞ്ഞ രാത്രിയിൽ ആ ബാറിൽ വെച്ചാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് മദ്യപിച്ചതിന് ശേഷം ഓട്ടോയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോക്കാരൻ ഞങ്ങളെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. ഞങ്ങൾ 3 കൂടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ
അവൾക്ക് വേറെ ഓട്ടോ കിട്ടി. അവൾ ആ ഓട്ടോയിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങൾ സ്കൂട്ടർ വെച്ചിരുന്ന സ്ഥലത്ത് പോയി സ്കൂട്ടർ എടുത്തിട്ട് ആ സ്കൂട്ടറിൽ തിരിച്ചു വരികയും ചെയ്തു. വിജയകുമാർ പറഞ്ഞ കഥ സന്ധ്യയും അതുപോലെ തന്നെ അംഗീകരിച്ചു. ആ കഥ സന്ധ്യയും അതുപോലെ വിജയകുമാറും പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു നിൽക്കുന്ന പോലീസ് ആ കഥ പറഞ്ഞു തരുന്നതും വിജയകുമാറിനെ ഒരു വിഷ്വലിലൂടെ കാണിച്ചു. ആ വിഷ്വലിൽ ഇപ്പോ വിജയകുമാർ കാണുന്നത് വിജയകുമാർ വണ്ടി ഓടിക്കുന്ന വിഷ്വലാണ്. പക്ഷെ ആ വിഷ്വലിനകത്ത് ഒരു വിഷയമുണ്ട്. വിജയകുമാറിനും സന്ധ്യയ്ക്കും ഇടയിൽ ആ പ്രിയ ഇരിക്കുന്നത് വ്യക്തമായി കാണാം. നേരത്തെ വിജയകുമാറും സന്ധ്യയും പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചു ദൂരം പോയപ്പോൾ സന്ധ്യയ്ക്ക് ഓട്ടോ കിട്ടി, ആ ഓട്ടോയിൽ അവളങ്ങ് പോയെന്നാണ്. ഇപ്പൊ പക്ഷെ 12:45 അവർ കാണുന്ന ആ വിഷ്വലിൽ പ്രിയ അവർക്കിടയിൽ ഇരിക്കുകയാണ്. വിജയകുമാർ, ഈ പ്രിയയുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ പാലത്തിന്റെ ഭാഗത്തേക്കാണ് പോയതെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോ ഞാൻ പറയാതെ തന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ക്രൈം ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ ഉണ്ടായിരുന്നത്, അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അത് മാത്രം നീ പറഞ്ഞാൽ മതി. വിജയകുമാറും സന്ധ്യയും ചേർന്നാണ് ആ പ്രിയയെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഏതാണ്ട് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം അവർ ചോദിച്ചത്. വിജയകുമാറിനും സന്ധ്യയ്ക്കും ഒരു തരത്തിലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ശൈലിയിലാണ് ആ വിഷ്വൽ അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അവര് രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെന്നും പോലീസ് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രിയയുമായിട്ട് ആ പാലത്തിനടുത്തേക്ക് പോകുന്ന എക്സാക്ട് വിഷ്വൽ ഞങ്ങൾക്കുണ്ട്. ആ പാലത്തിനടുത്ത് എത്തിയതിനു ശേഷം തിരിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രം വരുന്ന വിഷ്വലും ഉണ്ട്. പാലത്തിനടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനി നിങ്ങൾ പറയുന്നതാണ് നല്ലത്. സന്ധ്യയും വിജയകുമാറും ശരിക്കും പെട്ടതുപോലെ ആയതും വിജയകുമാർ പോലീസിനോട് അവസാനം കുറ്റസമ്മതം നടത്തി. സർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഞാനും എൻ്റെ മുൻ ഭാര്യ പ്രിയയുമായി വേർപിരിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉത്തർപ്രദേശിലേക്ക് മടങ്ങിയെത്തി. സന്ധ്യ വിവാഹം കഴിച്ചു. ഞങ്ങൾക്കൊരു കുഞ്ഞുമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വളരെ യാദൃശ്യവശാലാണ് ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീല് കണ്ടത്. ആ റീല് ഇട്ടത് പ്രിയയാണ്. പ്രിയക്കൊപ്പം ഒരു ആൺകുട്ടിയുണ്ട്. സർ, അതെന്റെ മകനാണ്. ഞാൻ പെട്ടെന്ന് ആ വിഷ്വൽ കണ്ട് ആകെ അങ്ങ് സ്റ്റണ്ടായിപ്പോയി. ഞാൻ ആ കാര്യം സന്ധ്യയോട് പറയുകയും ചെയ്തു. സർ, എന്റെ മകനല്ലേ സർ, എനിക്ക് അവനെ കാണാനും അവനോട് സംസാരിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ എന്തായാലും പ്രിയക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അവളത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഇൻസ്റ്റ വഴി ഞങ്ങൾ പലപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. അവള് മോന്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ഞാൻ അതിന് ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് ഇവിടേക്ക് ഒരു ആവശ്യമായി വരുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അവള് ഇവിടെ എത്തിയപ്പോൾ ഞാൻ അവളെ പോയി കണ്ടു. സർ, അവളെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ മൂത്ത മകന്റെ അമ്മയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ആളുമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അവൾക്കും അതിനകത്ത് പശ്ചാത്താപമുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഈ കാര്യം ഞാൻ വീട്ടിൽ സന്ധ്യയോട് പറഞ്ഞപ്പോൾ സന്ധ്യ ആകെ ഷോക്ക്ഡായി. അവളോട് നേരത്തെ തന്നെ ഞാൻ മുംബൈയിൽ വെച്ച് വിവാഹിതരാണെന്നും എനിക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ രണ്ടാം വിവാഹമാണ് സന്ധ്യ എന്നുള്ള കാര്യം സന്ധ്യയ്ക്ക് അറിയാം. പക്ഷേ ആ ഒന്നാം വിവാഹത്തിലെ ഭാര്യയും കുഞ്ഞും എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വരും എന്നുള്ളത് സന്ധ്യ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യായിരുന്ന കാര്യമാണ്. അവള് എന്നോട് ഒരു കാരണവശാലും അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ഈ സമയത്താണ് സന്ധ്യയുടെ അച്ഛൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. എൻ്റെ വെൽവിഷറാണ് സന്ധ്യയുടെ പിതാവ്. ഞാൻ അച്ഛനെ തന്നെയാണ് വിളിക്കുന്നത്. അച്ഛനാ ഞങ്ങളോട് ഒരു സൊല്യൂഷൻ പറഞ്ഞത്. പ്രിയ നമുക്കൊരു ത്രട്ടാണ്. മുംബൈയിലായിരുന്നപ്പോൾ വിഷയമില്ല. പക്ഷെ യു പിയിലേക്ക് താമസം മാറ്റിയിരിക്കുന്ന പ്രിയ ഇനി ജീവിച്ചിരുന്നാൽ പ്രശ്നമാകുമെന്നുള്ള ശൈലിയിൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. 2 വിവാഹമാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. ശരിക്കും ഔദ്യോഗികമായി ഞാൻ പ്രിയയെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിൽ രണ്ടാമതൊരു വിവാഹം ഞാൻ കഴിച്ചതായി റെക്കോർഡ് ഉണ്ടാകുമ്പോൾ അത് ഒരു ക്രിമിനൽ കുറ്റമായി വരുമോ എന്നൊരു പേടി എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛനും സന്ധ്യയും ഞാനും കൂടി ആ കാര്യം ആലോചിച്ചത്. പ്രിയ മോനെ കാണിച്ച് എന്നെ അവളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് അറിയാം. എനിക്ക് മോനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. പ്രിയയോടും ഒരു അടുപ്പമുണ്ട്. പക്ഷെ ഞാൻ ആകെ പെട്ടുപോയി. ഒരു ഭാഗത്ത് പ്രിയ, മറുഭാഗത്ത് സന്ധ്യ. ഞാൻ രണ്ടുപേരെയും പറ്റിച്ചിട്ടില്ല എന്നാണ് സത്യം. പ്രിയയുമായിട്ട് അന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഞങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടി വേർപിരിഞ്ഞതാണ്. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ കഥ ഇങ്ങനെ എത്തി. സർ, അവസാനം ഞങ്ങൾ ആ തീരുമാനം എടുത്തു, പ്രിയയെ ഒഴിവാക്കാൻ. പ്രിയ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങൾ എങ്ങനെ പ്രിയ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയയെ ഒരു പബ്ബിലേക്ക് ഞങ്ങൾ വിളിച്ചത്. അവിടെ വെച്ച് ഞാനും പ്രിയയും സന്ധ്യയും ചേർന്ന് മദ്യപിച്ചു. ശരിക്കും പ്രിയയ്ക്ക് കൂടുതൽ മദ്യം സന്ധ്യ മനഃപൂർവ്വം കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രിയ ശരിക്കും ഫിറ്റായെന്ന് ഉറപ്പായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കുന്നത്. ആ ഓട്ടോയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഓട്ടോക്കാരൻ ഞങ്ങളെ ഇറക്കി വിടുന്നത്.
യഥാർത്ഥത്തിൽ ഞങ്ങൾ പോയത് ഞങ്ങളുടെ സ്കൂട്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ സന്ധ്യയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സ്കൂട്ടറിലാണ്. ആ സ്കൂട്ടർ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഒരു ഓട്ടോ പിടിച്ചാണ് പ്രിയയെ കൂട്ടി ഞങ്ങൾ പബ്ബിലേക്ക് പോയത്. പ്രിയ താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രിയയെ വിടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഓട്ടോ പിടിക്കുന്നതായി പ്രിയയോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങളെ ഓട്ടോക്കാരൻ ഇറക്കി വിട്ടതിന് ശേഷം പ്രിയയും കൂട്ടി ഞങ്ങൾ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലത്തെത്തിയ ഞങ്ങൾ പ്രിയയെ നടുക്കിരുത്തി അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ആ പാലത്തിനടുത്തെത്തി. ഞങ്ങൾ മൂന്നും കൂടി താഴേക്കിറങ്ങി അവിടെ ഇരുന്ന് വീണ്ടും മദ്യപിച്ചു തുടങ്ങി. സന്ധ്യയ്ക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന പ്രിയയെ അവൾ അറിയാതെ തലക്കിടിച്ച് കൊലപ്പെടുത്തത് ഞാൻ തന്നെയാണ്. തലക്കിടിയേറ്റതും പ്രിയ താഴേക്ക് വീണു. തലക്കിടിയേറ്റ് താഴേക്ക് വീണ പ്രിയയുടെ കഴുത്ത് ഞെരിക്കാൻ എനിക്കൊപ്പം കൂടിയത് സന്ധ്യ തന്നെയാണ്. പ്രിയ മരിച്ചെന്ന് ഉറപ്പാക്കി കഴിഞ്ഞതും പ്രിയെ അവിടെ നിന്ന് വലിച്ച് താഴെ ബോഡി കിടക്കുന്ന ഭാഗത്ത് എത്തിച്ചത് ഞങ്ങൾ രണ്ടും കൂടിയാണ്. അതിനുശേഷം സന്ധ്യയാണ് പ്രിയയുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയത്. പ്രിയയുടെ ബോഡിയിൽ നിന്ന് പോലീസിന് ഒരു തെളിവും കിട്ടാതിരുന്നാൽ മരിച്ചത് പ്രിയയാണെന്ന് അറിയാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ് സന്ധ്യ ആ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുത്തത്. അത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ആ പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. കൂട്ടത്തിൽ പ്രിയയുടെ ബാഗും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ആ പുഴയിലേക്ക് തന്നെ വലിച്ചെറിയായിരുന്നു. വിജയകുമാറിന്റെ കുറ്റസമ്മത മൊഴി സ്വാഭാവികമായിട്ടും സന്ധ്യയും സന്ധ്യയുടെ പിതാവും ശരിവെക്കുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങൾക്കൊക്കെ കൂട്ടാളിയായി യഥാർത്ഥത്തിൽ ആ രാംവിലാസ് എന്ന ആളും ഉണ്ടായിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തത്. അയാൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് മകളുടെ ഭാവിയെ കരുതിയാണ്. പക്ഷേ ആ ഇടപെടൽ യഥാർത്ഥത്തിൽ മകളെയും മരുമകനെയും ഒരുമിച്ച് ജയിലിലെത്തിച്ചിരിക്കുകയാണ്. ഇതിന്റെ തെളിവെടുപ്പിനായി ഈ കക്ഷികളെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിയ പോലീസ് സംഘം അവിടെ പാലത്തിനടുത്തും ചായക്കടയിലും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ആളുകൾക്കൊക്കെ വല്ലാത്തൊരു അതിശയം. അവർക്ക് പരിചയമുള്ള കഥാപാത്രമാണ് ഈ വിജയകുമാർ. ആ ചായക്കടയിൽ പലപ്പോഴും വാഹനം നിർത്തി ചായ കുടിക്കുന്ന ഒരു പതിവ് വിജയകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചായക്കടക്കാരനും വിജയകുമാറിനെ അറിയാം. അവരെല്ലാവരും വല്ലാത്തൊരു അത്ഭുതത്തോടു കൂടിയാണ് ഈ സംഭവവികാസങ്ങളെ നോക്കിക്കണ്ടത്. യുപിയുടെ പിപിഗഞ്ച് മേഖലയിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരു കേസായി ഈ ജനുവരി 30 ആ പ്രിയ മർഡർ മാറുകയും ചെയ്തു. വിചാരണ നടപടികൾക്ക് വേണ്ടി കേസ് കോടതിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി സമാന സ്വഭാവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റിലെ ക്രീക്ക് എന്ന പാലത്തിനടുത്താണ്. അവിടെയും അതിരാവിലെ ആളുകൾ ആ പാലത്തിനടിയിൽ ഒരു കാഴ്ച കണ്ടു. ഒരു സൂട്ട് കേസ് കിടക്കുന്നതാണ് അവർ കണ്ടത്. ഒരു വലിയ സൂട്ട് കേസ്. അങ്ങനെയാണ് ആ സ്ഥലത്തേക്ക് ആളുകൾ പോലീസിനെ വിളിച്ചു വരുത്തുന്നത്. ആ സൂട്ട് കേസ് തുറന്നു പരിശോധിച്ച് പോലീസും നാട്ടുകാരും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ആ സൂട്ട് കേസിനകത്ത് ഒരു സ്ത്രീയെ ഒടിച്ച് മടക്കി വെച്ചിരിക്കുകയാണ്. അവര് അഴുകി തുടങ്ങിയിട്ടുണ്ട്. ആരാ ഏതാ എന്തെന്നും അറിയത്തില്ല. ഏതോ ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണ് ആ സൂട്ട് കേസിനുള്ളിലേക്ക് അവരെ കടത്തിയത്? ആ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. എൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനയും ഡോഗ് സ്ക്വാഡും ഒക്കെ അനുബന്ധമായി വന്ന് അവസാനം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് സമീപത്തുള്ള എല്ലാ CCTV വിഷ്വലുകളും പരിശോധിച്ചു തുടങ്ങി. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധയിൽ ഒരു പർട്ടിക്കുലർ വിഷ്വൽ പെടുന്നത്. നവംബർ 23 രാത്രി ആ പാലത്തിന് സമീപത്തായി ഒരു സ്കൂട്ടർ വന്ന് നിൽക്കുന്ന വിഷ്വലാണ് അവർ കണ്ടത്. ആ വിഷ്വലിലേക്ക് സൂം ചെയ്തപ്പോൾ അവർക്ക് കുറച്ചുകൂടി വ്യക്തമായ ഒരു കാഴ്ച കിട്ടി. ആ സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ഒരു വലിയ സൂട്ട് കേസ് ഇരിക്കുകയാണ്. അതും നീല നിറത്തുള്ള സൂട്ട് കേസ്. അതേ നീല നിറത്തുള്ള സൂട്ട് കേസാണ് അവിടെ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയത്. അത് രണ്ടും ഒന്നാണോ? പോലീസ് ആ വിഷ്വലിനെ തുടർന്ന് പുറകോട്ടുള്ള അനവധി വിഷ്വലുകൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ വളരെ കൃത്യതയോടെ ക്ലാരിറ്റിയോടുകൂടി ഒരു അടിപൊളി വിഷ്വൽ പോലീസിന് കിട്ടി. ആ സൂട്ട് കേസ് വളരെ നന്നായി പതിഞ്ഞിരിക്കുന്ന ഒരു വിഷ്വലാണ്. അതൊരു കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പോലീസിന് കിട്ടിയത്. ആ കടയിലെ അനവധി ക്യാമറകൾ ഒരെണ്ണം റോഡിലോട്ടാണ്. ആ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ വ്യക്തമായും ആ ക്യാമറ ഒപ്പിയെടുത്ത കൂട്ടത്തിൽ ഈ സ്കൂട്ടറും കൃത്യമായും ഒപ്പിയെടുക്കപ്പെട്ടു. കൂട്ടത്തിൽ ആ സൂട്ട് കേസ് മാത്രമല്ല, ആ ആളുടെ മുഖവും വ്യക്തമായി. പോലീസ് ആ സ്കൂട്ടറിന്റെ നമ്പർ കണ്ടെത്തി അതിനെ കണക്ട് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് അഡ്രസ് കിട്ടി. അങ്ങനെയാണ് പോലീസ് സംഘം ആ വീട്ടിലെത്തുന്നത്. അവരെത്തിയത് 50 വയസ്സ് പ്രായമുള്ള വിനോദ് ശ്രീവാസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ്. ആ വീട്ടിലെത്തിയ പോലീസ് സംഘം വിനോദ് ശ്രീനിവാസിനെ ആ വിഷ്വല് കാണിച്ചു. അയാള് സൂട്ട് കേസുമായി യാത്ര ചെയ്യുന്ന ആ വിഷ്വല് കണ്ടതും ശ്രീനിവാസ് ആകെ പതറി. അയാള് പോലീസിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാള് ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. അതെ, നമുക്ക് അയാളുടെ പ്രായം വെച്ച് പറയുകയാണെങ്കിൽ മറ്റേത് ഒരു പെൺകുട്ടിയാണെന്നേ പറയാൻ പറ്റും. അയാള് ആ പെൺകുട്ടിയെ പരിചയപ്പെടുമ്പോൾ അവൾക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായം. പരിചയപ്പെട്ടിട്ട് 5 കൊല്ലമായി. 17 വയസ്സുകാരിയ ആ പെൺകുട്ടി അന്ന് 45 വയസ്സുള്ള വിനോദ് ശ്രീനിവാസുമായി
ശരിക്കും അങ്ങ് അടുത്തു. ആ അടുപ്പം അവരെ എത്തിച്ചത് ഒരു ഫ്ലാറ്റിലേക്കാണ്. അവരെ ഫ്ലാറ്റിൽ ഒന്നിച്ചായി താമസം, ഒരു ലീവ് ഇൻ ടുഗദർ എന്ന് പറയുന്ന ഒരു പരിപാടി. വിനോദ് ശ്രീനിവാസും പ്രിയങ്കയും ഒരുമിച്ച് ഫ്ലാറ്റിൽ അങ്ങനെ താമസിച്ചു വരുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുമ്പോൾ പ്രിയങ്കയ്ക്ക് ഒരു ആഗ്രഹം, ശ്രീനിവാസ് അവളെ വിവാഹം കഴിക്കണം. അവൾക്കൊരു ഫ്ലാറ്റൊക്കെ എടുത്തു കൊടുത്ത് അവളെ അവിടെ പാർപ്പിച്ചിരിക്കുകയാണെങ്കിലും അവളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അത് ശരിയാകില്ല എന്നൊരു ധാരണ വിനോദ് ശ്രീനിവാസനുണ്ട്. അയാൾ ഓൾറെഡി മാരീഡ് ആണ്, അയാൾക്ക് അത് കുട്ടികളൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിൽ അയാൾ ഒരു കല്യാണം കൂടി കഴിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ ഒരു ചിന്ന വീട് പോലെ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീയെ പാർപ്പിക്കാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആ വിഷയം പതുക്കെ പതുക്കെ അവർ തമ്മിലുള്ള ഒരു ഉടക്കിലേക്ക് സാവധാനം മാറി. ആ ഫ്ലാറ്റിലേക്ക് ശ്രീനിവാസ് എത്തുമ്പോഴെല്ലാം വിവാഹത്തിന്റെ കാര്യം പ്രിയങ്ക എടുത്തത്. അവൾക്ക് അവളോടൊപ്പം താമസിക്കുന്ന ആള് ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഉത്തരം പറയണ്ടേ. അവളുടെ ഭർത്താവെന്ന് പറയാൻ അവൾക്കൊരു മടിയുമില്ല. അവളെക്കാൾ ഇരട്ടി പ്രായം ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലും അത് അവൾ നേരത്തെ ഉൾക്കൊണ്ട കാര്യമാണ്. പക്ഷേ ശ്രീനിവാസന് അയാളുടെ ഈ ഔദ്യോഗിക പൊസിഷനുകളും ഭാര്യ, കുടുംബം തുടങ്ങിയ പശ്ചാത്തലമൊക്കെ മറന്നുകൊണ്ട് ആ ചെറുപ്പക്കാരിയെ അങ്ങനെ അങ്ങ് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നവംബർ 21 രാത്രി തികച്ചും അപ്രതീക്ഷിതമായി അവര് തമ്മിലുള്ള വഴക്ക് അങ്ങ് കടക്കുന്നത്. ദേഷ്യം വന്ന വിനോദ് ആ പ്രിയങ്കയുടെ കഴുത്തിക്കിരിയെ ആ സമയത്ത് അങ്ങ് പിടിച്ചു. അയാൾക്ക് ഈ പ്രിയങ്കയോട് ഒരുപാട് ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ഫാമിലിയോടും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമായിരിക്കണം അയാള് ആ കഴുത്തിലുള്ള പിടി മുറുകൻ കാരണമായത്. ബലമായി കഴുത്തിൽ അങ്ങനെ ആഞ്ഞു പിടിച്ചതും പ്രിയങ്ക ശ്വാസം മുട്ടി മരണപ്പെട്ടു. അവൾക്ക് അനക്കമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ശരിക്കും വിനോദിന് കാര്യം മനസ്സിലാവുന്നത്. അയാൾക്കൊപ്പം കഴിഞ്ഞ 5 വർഷം ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന പ്രിയങ്ക മരിച്ചിരിക്കുന്നു. അയാള് ഒരു ഞെട്ടലോടെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഏതൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വീടും പൂട്ടി അവിടുന്ന് പുറത്തിറങ്ങി. അയാള് മടങ്ങി വരുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം അയാൾ മടങ്ങി വരുമ്പോഴും ആ ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. പ്രിയങ്ക മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവിടെ ആ ബോഡി അങ്ങനെ കിടന്നാൽ സമീപത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലെ ആളുകളൊക്കെയും വിവരം അറിയും. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ച അയാൾ കുറച്ച് സെർച്ചൊക്കെ നടത്തിയപ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. സൂട്ട്കേസിനകത്ത് സ്ത്രീകളെ കൊണ്ടുവന്ന് കളയുന്ന പരിപാടി പല സ്ഥലത്തും ഉണ്ട്. അത് ഏതാണ്ട് ഉറപ്പിലായതും അയാള് മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരു വലിയ സൂട്ട്കേസ് വാങ്ങിച്ചു. താനയിൽ ഒത്തിരി വലിയ സൂട്ട്കേസ് വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെയാണ് ആ നീല നിറത്തിലുള്ള സൂട്ട്കേസുമായി അയാള് ഫ്ലാറ്റിലേക്ക് വരുന്നത്. ആരെ ശ്രദ്ധയപ്പെടാതെ തന്നെ അയാൾ ആ സൂട്ട്കേസിനകത്തേക്ക് ആ പ്രിയങ്കയെ കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. പ്രിയയ്ക്ക് അല്പം സൈസൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ എളുപ്പത്തിൽ അവൾ അതിനകത്തേക്ക് കടന്നില്ല. അത് മാത്രമല്ല, മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതുകൊണ്ട് അവളുടെ ബോഡി അങ്ങ് സ്റ്റിഫായിരിക്കുകയാണ്. ഒരു പരുവത്തിൽ അവളെ കൈയും കാലും ഒക്കെ ഓടിച്ച് ആ സൂട്ട്കേസിനകത്തേക്ക് വിനോദ് പ്രിയങ്കയെ കയറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ സൂട്ട്കേസ് ഒരു പരുവത്തിൽ അടച്ച അയാൾ രാത്രിയായപ്പോൾ അയാളുടെ സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ആ സൂട്ട്കേസ് വെച്ച് അത് ഓടിച്ച് ആളൊഴിഞ്ഞ് ഒരു സ്ഥലം നോക്കി വരികയായിരുന്നു. അതിനിടയിലാണ് അയാളുടെ വിഷ്വൽ പല CCTV ക്യാമറകളും ഒപ്പിയെടുക്കുന്നത്. അയാളുടെ ശ്രദ്ധ പൂർണ്ണമായും ആളൊഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അയാൾക്കറിയാം ഒരു സ്ഥലം, അത് ഒരു നദിയാണ്. ആ നദിയിലേക്ക് പാലത്തിൽ നിന്ന് സൂട്ട്കേസ് വലിച്ചെറിഞ്ഞാൽ നദിയിലെ ആ ഒഴുകുന്ന വെള്ളം ആ സൂട്ട്കേസുമായി അങ്ങ് പൊയ്ക്കോളും. അങ്ങ് കടലിലേക്ക് ആ സൂട്ട്കേസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അതറിയാവുന്ന വിനോദ് രാത്രിയിൽ ആ സൂട്ട്കേസുമായി അങ്ങനെ ആ പാലത്തിലെത്തി. സ്കൂട്ടറിൽ നിന്ന് സൂട്ട്കേസ് ഇറക്കിയ വിനോദ് ആ പാലത്തിന് മുകളിൽ നിന്ന് ആ സൂട്ട്കേസ് തള്ളി അങ്ങ് താഴേക്കിട്ടു. നല്ല പൊക്കമുള്ള പാലമാണ്. അയാളുടെ കഷ്ടകാലത്തിന് ആ സൂട്ട്കേസ് വെള്ളത്തിലോട്ടല്ല വീണത്. ആ സൂട്ട്കേസ് വീണത് വെള്ളത്തിന് അടുത്താണ്. ആ ഭാഗത്തേക്ക് നോക്കുപോലും ചെയ്യാതെ ഭയന്നുപോയ വിനോദ് അപ്പൊ തന്നെ സ്കൂട്ടർ എടുത്ത് മടങ്ങിയായിരുന്നു. സ്കൂട്ടറിൽ തിരിച്ചു മടങ്ങുന്ന സമയത്ത് വിനോദ് ആലോചിച്ചുകൊണ്ടിരുന്നു ആ കാര്യമാണ്. ആളുകൾ നാളെ രാവിലെ ആ സൂട്ട്കേസ് കാണുമ്പോൾ ആ നിമിഷം വിവരം പോലീസിൽ അറിയും. പോലീസ് തന്നെ പിടിക്കൂ. അങ്ങനെ ഫ്ലാറ്റിൽ ചിന്തിച്ചിരുന്ന വിനോദ് അവസാനം ഫ്ലാറ്റ് പൂട്ടി അയാളുടെ ഒറിജിനൽ വീട്ടിലേക്ക് വന്നു. അവിടെ അയാൾ ഇരിക്കുമ്പോഴാണ് ആ സ്കൂട്ടറിന്റെ അഡ്രസ്സ് കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് സംഘം അവിടേക്ക് വരുന്നത്. എന്തായാലും വിനോദിനെ പോക്കിയ പോലീസ് സംഘം വിനോദ് പറഞ്ഞ കഥയും റെക്കോർഡ് ചെയ്ത് തെളിവെടുപ്പിനായി ആ പാലത്തിന്റെ അരികിലേക്കും അയാള് താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. സമീപത്തെ ഫ്ലാറ്റുകാരൊക്കെ അപ്പോഴാണ് കാര്യം അറിയുന്നത്. അവർ ആ വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷനെ കാണാനില്ല എന്ന കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് അങ്ങനെ പുറത്തു പോകുന്ന പതിവുള്ളത് കൊണ്ട് വേറൊന്നും ആൾ കരുതിയില്ലെന്ന് മാത്രം. ഇപ്പോ പോലീസുമായിട്ട് വിനോദ് അവിടെ എത്തപ്പോ ആ അയൽ ഫ്ലാറ്റിലെ ആളുകളൊക്കെ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അവര് കരുതുന്നത് അച്ഛനും മകളുമാണ് അവിടെ താമസിച്ചിരുന്നതെന്നാണ്. ഇപ്പോഴാണ് അവർ കഥ അറിയുന്നത്. ശരിക്കും അവര് കമിതാക്കളായിരുന്നു. 50 വയസ്സുള്ള വിനോദും 22 വയസ്സുള്ള പ്രിയങ്കയും
കമിതാക്കളാണെന്ന് വിശ്വസിക്കാൻ സമീപത്തെ താമസക്കാർക്ക് ഇപ്പോഴും അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഇതേ ഞെട്ടൽ വിനോദിന്റെ വീട്ടിലുമുണ്ട്. അയാളുടെ വീട്ടിൽ ഏതാണ്ട് സമപ്രായത്തിൽ വേറെ കുട്ടിയുണ്ട്, അയാളുടെ മകള്. ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് കാമുകിയെന്നോ ഭാര്യയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിട്ടോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ബന്ധം അവളുടെ പിതാവ് നിലനിർത്തിയിരുന്നത്. ശരിക്കും ആ പെൺകുട്ടിക്കും അവളുടെ മാതാവിനും അവളുടെ സഹോദരനും ഒക്കെ ഉണ്ടായ ഞെട്ടല് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരവരുടെ പിതാവിൽ നിന്ന് ഇത്തരത്തിലൊരു സമീപനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിലായ അച്ഛനെ ചെന്ന് കാണാനോ സംസാരിക്കാനോ ആ പിള്ളേർക്ക് തുടക്കത്തിലൊരു വൈമുഖ്യമുണ്ടായിരുന്നു. പക്ഷെ വിനോദിനെ തെളിവെടുപ്പിന് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയായി മാറി. അയാൾ താമസിക്കുന്ന ആ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ അയാൾക്കൊരു വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ആ ആളുകൾ ശരിക്കും വിനോദ് ശ്രീനിവാസിനെ കണ്ട് എന്ത് കമന്റ് പറയണമെന്നറിയാതെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിനോദിന് അയാളുടെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു കാമുകി ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി അയാളൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് 5 വർഷമായിട്ട് അവൾക്കൊപ്പം താമസിക്കുകയായിരുന്നു എന്നൊക്കെ കേട്ടാൽ എങ്ങനെ വിശ്വസിക്കുക? എന്തായാലും പോലീസ് തെളിവെടുപ്പ് ആ വീട്ടിൽ നടത്തുമ്പോൾ അയാളെ തന്നെ നിർനിമേഷിയായി നോക്കി നിൽക്കുന്ന ഒരാളുണ്ട്. അത് വിനോദിന്റെ ഭാര്യയാണ്. അവരൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് സത്യം. അവർ ശരിക്കും നിശബ്ദയായിരുന്നു. അവളുടെ മനസ്സിൽ ആകാശത്തോളം ഉയർച്ച ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവിന്. അതാണ് ശരിക്കും വീണുടഞ്ഞത്. ആ സ്ത്രീ തന്റെ ഭർത്താവിനെ പോലീസ് ആ മുറിയിൽ പല സ്ഥലത്തും കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് ഭർത്താവ് മറുപടി പറയുന്നതൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ തൊട്ടടുത്ത് അവരുടെ മകനുണ്ട്. അവനും ഒരക്ഷരം മിണ്ടുന്നില്ല. ശരിക്കും പോലീസിനോട് സഹകരിക്കുന്നത് ആ പെൺകുട്ടി മാത്രമാണ്. ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങൾ പലർക്കും പലപ്പോഴും ഉണ്ടാകും. ജീവിതം അവരെ കൊണ്ട് എത്തിക്കുന്ന പടുകുഴികളുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന് പറയാം. ഈ 2 കഥകൾക്കും ഒരു സമാനതയുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കഥകളും ഞാൻ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത്. ബന്ധങ്ങൾ ഉണ്ടാവുക, പിന്നീട് ആ ബന്ധം ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പാർട്ട്ണറെ അങ്ങ് ഒഴിവാക്കുക, നിഷ്ഠൂരമായി കൊല ചെയ്യുക, അതൊക്കെ ഒരു കോമൺ പ്രാക്ടീസായി മാറുകയാണ്. നമ്മുടെ മനുഷ്യരുടെ മൈൻഡ് സെറ്റിൽ കാതലായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു എന്നതിന്റെ ഒരു ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. ഈ കഥകൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.